നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രളയത്തിൽ മുങ്ങി നേപ്പാൾ, മരണം 192. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി നിലച്ചതിനാൽ വിലക്കയറ്റം രൂക്ഷം. നേപ്പാളിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 192. 30 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 194 പേർക്ക് പരിക്കേറ്റു. സൈന്യം, പോലീസ്, ആംഡ് പോലീസ് തുടങ്ങിയവരെ ഇറക്കി രക്ഷാപ്രവർത്തനം ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി പ്രകാശ് മൻ സിംഗ് വിളിച്ചു ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. ആകെ 4500 പരം ആളുകളെ പ്രളയം ബാധിച്ചിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക വിവരം. പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ, ഭക്ഷണം, അടിയന്തര ആവശ്യ സാധനങ്ങൾ തുടങ്ങിയവ നൽകണമെന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ പ്രധാന ദേശീയപാതകൾ തടസ്സം നേരിടുന്നതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള പച്ചക്കറികളുടെയും മറ്റും ഇറക്കുമതി താൽക്കാലികമായി നിർത്തിയതിനാൽ രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമായി. പ്രധാനപ്പെട്ട പല റോഡുകളും താറുമാറായി. തലസ്ഥാന നഗരമായ കാഠ്മണ്ഡുവിലേക്കുള്ള റോഡുകൾ തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും ധാരാളം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും പ്രാദേശിക മാധ്യമമായ കാഠ്മണ്ഡു പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. 20 പരം ജലവൈദ്യുതി പദ്ധതികൾക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇത് കാഠ്മണ്ഡുവിലെ വൈദ്യുതി വിതരണത്തെയും കാര്യമായി ബാധിക്കുന്നുണ്ട്.